നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിൻ്റെ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ജന്മദിനാഘോഷം ജീവാനന്ദം തമ്പാനൂരിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സംവിധായകനും തിരക്കഥാകൃത്തും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ജന്മദിന ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിൻ്റെ അഭിനയ പുണ്യത്തിന് എന്നും നിത്യഹരിതമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നായകന് ഇന്ന് ജന്മദിനമാണ്. ഓരോ ജന്മദിനവും മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഓരോ ചെറുപ്പമാണ്. കാരണം ഓരോ പുതിയ പുതിയ കഥാപാത്രങ്ങളെ തേടി അതിനെ ഏറ്റവും മനോഹരമായിട്ട് സത്യസന്ധമായിട്ട് വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുന്നതിലൂടെ മലയാളികൾ ഒരു കാലഘട്ടത്തിൽ കടന്നുപോയ ജീവിതത്തെയും പുതിയ കാലത്ത് ജീവിക്കുന്ന കാലത്തെയും ഇനി വരാനിരിക്കുന്ന കാലത്തിൻ്റെയും കഥാപാത്രങ്ങളെയാണ് അതിമനോഹരമായി സൂക്ഷ്മതയോടെ മമ്മൂട്ടി എന്ന കരുത്തനായിട്ടുള്ള അഭിനേതാവ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യൻ സിനിമയുടെ, ലോക സിനിമയുടെ വലിയ അഭിമാനമായ, നമുക്ക് മലയാളത്തിന് എന്നും സ്വകാര്യമായിട്ട് അഹങ്കരിക്കാവുന്ന പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് എല്ലാ ജന്മദിനാശംസകളും നേരുന്നു. ചലച്ചിത്ര താരങ്ങളായ ബാലാജി ശർമ്മ, അരിസ്റ്റോ സുരേഷ്, ഷെരീഫ് തമ്പാനൂർ തുടങ്ങിയ നിരവധി പ്രമുഖർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. വിനായക ചതുർത്ഥിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ജന്മദിനം കൂടിയാണ്. ജീവാനന്ദം തമ്പാനൂർ സംഘടിപ്പിക്കുന്നത്, തമ്പാനൂർ ഷെരീഫിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് മമ്മൂക്ക ഹാപ്പി ബർത്ത്ഡേ. ജീവാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ മെഗാസ്റ്റാർ, നമ്മുടെ എല്ലാം അഭിമാനം, മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂക്കയുടെ പിറന്നാൾ ആഘോഷം നടക്കുകയാണ്. അപ്പോൾ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഒരു ഫംഗ്ഷനിൽ വരാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. മമ്മൂക്കയെ 1985 കൂലി സിനിമയിലാണ് ഞാൻ ആദ്യം കാണുന്നത്. അതായത് ലാലേട്ടൻ്റെ ചേട്ടൻ പ്യാരിലാൽ നായകനായ സിനിമയിൽ അഭിനയിക്കാൻ മമ്മൂക്ക അരിസ്റ്റോ ജംഗ്ഷൻ, അതായത് എൻ്റെ നാട്ടിലെത്തി. അന്നാണ് ഞാൻ മമ്മൂക്കയെ കാണുന്നത്. ഞാൻ ഈ ഉണ്ണികൃഷ്ണ സാറിൻ്റെ സിനിമയിൽ അരോമ മോഹൻ സാർ വിളിച്ചിട്ട് എനിക്ക് ചെറിയൊരു വേഷം കിട്ടി. അങ്ങനെ ഞാൻ അഭിനയിക്കാൻ പോയ സമയത്ത് ആദ്യമായി ഞാനൊരു ഡയലോഗ് പറഞ്ഞു തെറ്റിപ്പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഭയക്കണ്ട, പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചാൽ മറുപടി പറയുമ്പോൾ അവിടെ പറയും സാർ, അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളൂ. അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട സിനിമയിൽ എനിക്ക് ധൈര്യമായിട്ട് ഡയലോഗ് പറയാൻ തോന്നി കഴിഞ്ഞു. അത് അദ്ദേഹം എന്നോട് കാണിച്ച കാര്യം, ആ കരുണ, അത് എൻ്റെ മരണം വരെ എൻ്റെ മനസ്സിൽ കാണും. അതുപോലെ മമ്മൂക്കയുടെ ഈ ജന്മദിനം നടത്തുന്നത് ജീവാനന്ദം തമ്പാനൂർ, അതിൻ്റെ ചെയർമാൻ കൂടിയാണ് ഞാൻ. ടൂറിസം മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികളും ഓട്ടോറിക്ഷ ചുമട്ട് തൊഴിലാളി ഉൾപ്പെടെ വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ ജന്മദിന ആഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് തങ്ങളുടെ പ്രിയ താരത്തിന് ആശംസകൾ നേർന്ന് മധുരം പങ്കിട്ടു.